ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ്. അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. രാവും പകലും വനാതിർത്തിയിലെ കാട്ടാനകളുടെ സാന്നിധ്യം അറനാടൻപാടം നിവാസികളെ ദുരിതത്തിലാക്കുന്നു. വഴിക്കടവ് റേഞ്ചിന്റെ പരിധിയിലെ കരിയമുരിയം വനാതിർത്തിയോട് ചേർന്നുള്ള അറനാടൻപാടം തീക്കടിയിലാണ് 3 കാട്ടാനകൾ ജനങ്ങളുടെ ജീവന് ഭീഷണിയായി മാറിയിരിക്കുന്നത്. വനാതിർത്തിയോട് ചേർന്ന് 12ഓളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഒരു കൊമ്പൻ, ഒരു ചുള്ളിക്കൊമ്പൻ, ഒരു മോഴ എന്നിങ്ങനെ 3 ആനകളാണ് ഇവിടെ ജനങ്ങൾക്ക് ഭീഷണിയായി മാറിയിരിക്കുന്നത്. 3 ആഴ്ചയിലധികമായി അവ അറനാടൻപാടം ജനവാസ കേന്ദ്രത്തിന് സമീപത്തേക്ക് താവളമുറപ്പിച്ചിരിക്കുകയാണ്. ജലലഭ്യതയുള്ള ചതുപ്പാണിവിടം. ഇക്കാരണത്താൽ ആനകൾ ഇവിടെ നിന്നും മാറുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. വനാതിർത്തിയിൽ സൗരോർജ്ജ വേലിയുണ്ടെങ്കിലും ചില ദിവസങ്ങളിൽ വേലി ചാർജ് ചെയ്യാൻ വനം ജീവനക്കാർ മറന്നുപോകും. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ വേലി തകർത്ത് ആനകൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങി വിളനാശം വരുത്തുന്നതും പതിവാണ്. വീടുകളുടെ 20 മീറ്റർ അടുത്തുവരെ പകൽ സമയങ്ങളിൽ ആന എത്താറുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് 4:45-നും ഒരു ആന ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കഴിഞ്ഞ ദിവസം വനം ജീവനക്കാർ പ്രദേശം സന്ദർശിച്ചിരുന്നു. ചെമ്പൻകൊല്ലി ഭാഗത്ത് വനത്തിൽ മരം മുറി നടക്കുന്നതിനാലും ജലലഭ്യതയുള്ളതിനാലും ആനകൾ ഇവിടെ നിന്നും മാറാൻ കൂട്ടാക്കുന്നില്ല. പകൽ സമയങ്ങളിൽ ആനകളെ കാണാൻ കഴിയുമെന്നതിനാൽ വലിയ ഭയമില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ആനകൾ എത്തിയാൽ പുറത്തിറങ്ങരുതെന്ന് നിർദ്ദേശം നൽകിയാണ് ഓരോ കുടുംബങ്ങളിലെയും പുരുഷന്മാർ പകൽ സമയം ജോലിക്ക് പോകുന്നത്. എന്നാൽ രാത്രിയിൽ ആന എത്തിയാൽ എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണിവർ. എടക്കര ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ച ശക്തി കുറഞ്ഞ ഒരു ലൈറ്റ് മാത്രമാണ് ഇവിടെ രാത്രിയിൽ വെളിച്ചം പകരുന്നത്. വനമധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ ശക്തിയേറിയ ഒരു ലൈറ്റ് ഈ ഭാഗത്ത് സ്ഥാപിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. രാപ്പകൽ വ്യത്യാസമില്ലാതെയുള്ള കാട്ടാനകളുടെ സാന്നിധ്യം അറനാടൻപാടം നിവാസികളുടെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, എടക്കര. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.